വാർത്തകൾ വിശദമായി തന്നെ നോക്കാം. ഇന്ന് ന്യൂസ് മലയാളം വലിയൊരു വാർത്ത പുറത്തു കൊണ്ടുവന്ന ദിവസമാണ്. ന്യൂസ് മലയാളം ബിഗ് ബ്രേക്കിംഗ്. റവന്യൂ, കൃഷി വകുപ്പുകളുടെ ശക്തമായ എതിർപ്പ് അവഗണിച്ച് ആറന്മുള വിവാദ പദ്ധതിയിൽ സർക്കാരിന്റെ ദുരൂഹ നീക്കം. പദ്ധതിയുടെ സാധ്യത തേടി കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് IT സ്പെഷ്യൽ സെക്രട്ടറി. IT സെക്രട്ടറി കളക്ടർക്ക് നൽകിയ കത്തിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. ചീഫ് സെക്രട്ടറിയുടെ യോഗത്തിൽ വേണ്ടെന്ന് തീരുമാനിച്ച പദ്ധതിക്കായിട്ടാണ് നീക്കം. ആറന്മുള വിവാദ പദ്ധതിയിൽ IT സെക്രട്ടറിക്കെതിരെ മന്ത്രിസഭയിലും വൻ പ്രതിഷേധമുയർന്നു. IT സെക്രട്ടറിക്ക് പിന്നിൽ നിയമബാഹ്യ ശക്തികളോ എന്ന് അന്വേഷിക്കണമെന്ന് മന്ത്രി P. പ്രസാദ് ചോദിച്ചു. ഞങ്ങളൊക്കെ പറയും പോലെ ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചാൽ മതിയെന്നും കൃഷിമന്ത്രി ന്യൂസ് മലയാളത്തോട് തുറന്നടിച്ചു. അതിനോട് അല്പം പോലും യോജിപ്പില്ല. ഈ കാര്യങ്ങളെക്കുറിച്ചോ കേരളത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചോ ആറന്മുളയുടെ പ്രത്യേകതയെക്കുറിച്ചോ മനസ്സിലാവാത്ത ഉദ്യോഗസ്ഥനായിരിക്കും അദ്ദേഹം ഞാൻ കരുതുകയാണ്. അപ്പോൾ നെൽവയൽ നികത്തിയുള്ള ഒരു വികസന പദ്ധതിയും ആറന്മുളയിൽ അനുവദിക്കില്ല എന്ന് CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കിട്ടുന്ന വ്യവസായം നിയമപരമായി വരണമെന്നതാണ് ഞങ്ങൾ പ്രധാനമായും സൂചിപ്പിക്കുന്നത്. ആറന്മുളയിൽ വിമാനത്താവളത്തിന് ഉദ്ദേശിച്ച നെൽപ്പാടം, ആ നെൽപ്പാടമായിരുന്നു അന്നത്തെ വിവാദത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ആ നെൽപ്പാടത്ത് നെൽവയൽ നികത്തി ഒരു വ്യവസായം വരുന്നതിനോട് ഞങ്ങൾക്ക് യാതൊരു യോജിപ്പുമില്ല. അത് അനുവദിക്കുന്ന പ്രശ്നവുമില്ല. അതേസമയം ആറന്മുളയിൽ എവിടെയെങ്കിലും കരഭൂമി ഉണ്ടെങ്കിൽ അത് നിയമപരമായി അവർക്ക് കരഭൂമിയിലാണ് എല്ലാ വ്യവസായങ്ങളും വരുന്നത്. ആ കരഭൂമിയിൽ അവർ വ്യവസായം വരുന്നതിനോട് ഞങ്ങളതിനെ എതിർക്കുന്ന കാര്യമില്ല. ഞങ്ങൾ എതിർക്കേണ്ട കാര്യം എന്താ? ഗവൺമെൻറ് എതിർക്കുമോ? എനിക്ക് തോന്നുന്നില്ല. ഗവൺമെൻറ് അതിനെ പ്രോത്സാഹിപ്പിക്കത്തല്ലേ ഉള്ളൂ. പദ്ധതിയെ എന്ത് വില കൊടുത്തും എതിർക്കുമെന്നാണ് ആറന്മുള സമരസമിതിയുടെ നിലപാട്. ഇവിടെ ഏതെങ്കിലും രീതിയിൽ പിൻവാതിൽ കൂടി ഈ തടസ്സപ്പെട്ടു പോയ പദ്ധതി വേറൊരു പേരിൽ പുനരാവിഷ്കരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിയമപരമായും പ്രത്യക്ഷ സമര പരിപാടികളുമായിട്ട് മുമ്പോട്ട് പോകും. യാതൊരു കാരണവശാലും ഈ പദ്ധതി ഇവിടെ നടത്താനായിട്ട് ഈ ആറന്മുളയിലെ പൊതുസമൂഹം സമ്മതിക്കുകയില്ല. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി VS അനു ആണ് നമുക്കൊപ്പം ചേരുന്നത്. VS അനു, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആറന്മുളയിൽ ഇത്തരത്തിലൊരു പദ്ധതി, നെൽവയൽ നികത്തിക്കൊണ്ടൊരു വിമാനത്താവളം വരുന്നതിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധ പരമ്പരകൾ നമ്മൾ കണ്ടതാണ്. അത് രാഷ്ട്രീയപരമായി തന്നെ തെരഞ്ഞെടുപ്പുകളെ തന്നെ വലിയ രീതിയിൽ സ്വാധീനിച്ച ഒരു കാര്യം കൂടിയാണ്. അവിടെയാണ് ഇപ്പോൾ മറ്റൊരു പദ്ധതിക്കായിട്ടുള്ള ഒരു ദുരൂഹ നീക്കം എന്നുള്ള വാർത്ത ഇന്ന് രാവിലെ നമ്മൾ പുറത്തു വിടുന്നത് ന്യൂസ് മലയാളത്തിലൂടെ. എന്താണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളായി ഇപ്പോൾ പുറത്തു വരുന്നത്? ഏത് രീതിയിലാണ് ഇങ്ങനെ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്? സ്വാതി, ഏറെ വിവാദമായ ആറന്മുള വിമാനത്താവള പദ്ധതി അത് വലിയ ജനകീയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ അത് ഒന്നാം പിണറായി സർക്കാർ റദ്ദ് ചെയ്യുന്ന, അത് ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്ന, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു സാധനം വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു നിലപാടിൽ എത്തിയിരുന്നു. എന്നാൽ 2024 ഈ നേരത്തെ KGS ഗ്രൂപ്പായിരുന്നു വിമാനത്താവളത്തിന് വേണ്ടി ചരടുവലികൾ നടത്തിയതെങ്കിൽ പിന്നീട് അത് ടോഫൽ പത്തനംതിട്ട പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമായി മാറുന്നു. അത് പേര് മാറ്റി. അത് കളക്ടറുടെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നു. നേരത്തെയുള്ള KGS ഗ്രൂപ്പ് തന്നെയാണ് ടോഫലായി മാറിയത് എന്ന് കളക്ടറുടെ റിപ്പോർട്ടുണ്ട്. ഈ അവിടെ ഒരു ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് മെഗാ ക്ലസ്റ്റർ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പ് സെക്രട്ടറിമാരുടെ അഭിപ്രായം തേടിയിരുന്നു. ഇതിൽ റവന്യൂ വകുപ്പും കൃഷി വകുപ്പും അതിനിശ്ചിതമായി വിമർശിക്കുകയും ഇതിൽ യാതൊരു തരത്തിലും അങ്ങനെ ഒരു പദ്ധതി അവിടെ പാടില്ല, കാരണം അത് നെൽവയൽ തണ്ണീർത്തട നികത്തിയുള്ള നീക്കങ്ങൾക്കാണ് അത് വഴിയൊരുക്കുക. മാത്രമല്ല, ഈ പ്രദേശം എന്ന് പറയുന്നത് പരിസ്ഥിതി ദുർബലമായിട്ടുള്ളൊരു പ്രദേശമാണ്. പത്തനംതിട്ടയിലെ തന്നെ ജലലഭ്യതയ്ക്ക് നിദാനമായൊരു പ്രദേശമാണ് ഈ നിർദ്ദിഷ്ട പദ്ധതി പ്രദേശം എന്നുള്ള കാര്യം ഇവർ ചൂണ്ടിക്കാണിക്കുകയും അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ ചില ക്ലാരിഫിക്കേഷൻസ് അദ്ദേഹം ഫയലിൽ ചോദിക്കുകയും ചെയ്തു. തുടർന്ന് വീണ്ടും പരിസ്ഥിതി, കൃഷി, റവന്യൂ, നിയമ, ധന, വ്യവസായ വകുപ്പ് സെക്രട്ടറിമാരുടെ അഭിപ്രായം തേടുകയുണ്ടായി. ഏറ്റവും ഒടുവിൽ ഈ ഏപ്രിൽ 10 ചീഫ് സെക്രട്ടറി ഒരു യോഗം വിളിക്കുകയും ആ യോഗത്തിൽ ഈ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയും ചെയ്തു.
ഈ പരിശോധനകളുടെ ഒടുവിൽ ഇക്കഴിഞ്ഞ 16-ാം തീയതി ചീഫ് സെക്രട്ടറിയുടെ തലത്തിൽ ഒരു മിനിറ്റ്സ് തയ്യാറാക്കുന്നു, യോഗത്തിൻ്റെ മിനിറ്റ്സ്. ആ മിനിറ്റ്സ് പ്രകാരം ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടാകാനേ പാടില്ല, ആ കമ്പനിയുടെ അപേക്ഷ നിരാകരിക്കണം എന്നുള്ള തീരുമാനം എടുക്കുന്നു. അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കം നടക്കുകയും ചെയ്തു. അപ്പോഴാണ് വളരെ അസാധാരണമായി 2 മാസങ്ങൾക്ക് ശേഷം ജൂൺ 30-ാം തീയതി IT സെക്രട്ടറി ആയിട്ടുള്ള ശ്രീറാം സാംബശിവ റാവു അദ്ദേഹം പത്തനംതിട്ട കളക്ടർക്ക് ഒരു കത്ത് നൽകുന്നു, ഒരു നിർദ്ദേശം നൽകുന്നു. അതായത് ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള ഒരു നീക്കം, അതിന്റെ സാധ്യത തേടിയുള്ള ഒരു റിപ്പോർട്ട്, അവിടുത്തെ ഭൂമി, ആ ഭൂമിയിൽ കരഭൂമി എത്രയാണ്. ശരി, അത് തന്നെയാണ് എന്തായാലും ഇപ്പോൾ ന്യൂസ് മലയാളത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ആറന്മുള വിമാനത്താവള പദ്ധതി വലിയ തരത്തിൽ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതിലാണ് ഇപ്പോൾ മുഖം മിനുക്കി മറ്റൊരു പദ്ധതിയിലേക്ക് നീങ്ങുന്നത്. നെൽവയൽ നികത്തിയുള്ള ഒരു പദ്ധതിക്ക് യാതൊരു തരത്തിലും അനുമതി നൽകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സമരസമിതി അടക്കമുള്ള ആളുകൾ പറയുന്നത്. ആ വിവരങ്ങളാണ് VS അനു നൽകിയത്.